ഇനി നമുക്ക് ചിക്കൻ വെച്ചിട്ട് വളരെ ഈസി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് വശം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടെടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് വേവിക്കാത്ത ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ സോയാ സോസ്, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടെടുക്കുക. ഇനി നമ്മൾ ഏതെങ്കിലും ഷേപ്പുള്ളൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കാം. ബ്രെഡ് കൂടുതലായിട്ട് എടുക്കേണ്ടതില്ല, അങ്ങനെയാകുമ്പോൾ ഇത് കൂടുതലായിട്ട് കട്ടിയായി പോവും. പിന്നെ കൂടുതലായിട്ട് ബ്രെഡിൻ്റെ ടേസ്റ്റ് ആവും ഉണ്ടാവുന്നത്. പിന്നെ ഇതൊരു ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നല്ലത്, ഒരുപാട് ടൈറ്റായി പോകരുത്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ടൊടുക്കാം. അതിലേക്ക് കുറച്ച് പാല്, ഒരു നുള്ളു ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് എടുത്ത് കോൺഫ്ലവറിലിട്ടൊന്ന് മുക്കിയിട്ടെടുക്കാം. ഇത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ എല്ലാ പീസസും നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനു വേണ്ടി ചൂടായ എണ്ണയിലേക്ക് ഓരോ പീസസായിട്ട് ഇട്ട് കൊടുക്കാം. തീ നല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ടെടുക്കാൻ, എങ്കിലേ ഇതിൻ്റെ ഉൾവശം എല്ലാം നന്നായിട്ട് കുക്കായി കിട്ടത്തുള്ളൂ. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.